ചോറ്റാനിക്കരയിലെ പോക്സോ അതിജീവിതയുടെ മരണത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഞെട്ടിക്കുന്ന ക്രൂരതയുടെ നേർസാക്ഷ്യമാണ്. സംഭവത്തിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. ചോറ്റാനിക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ 120ഓളം പേജുള്ള കുറ്റപത്രമാണ് പോലീസ് നൽകിയിരിക്കുന്നത്. പെൺകുട്ടിയുടെ ആൺസുഹൃത്തായിരുന്ന അനൂപിനെതിരെ കുറ്റകരമായ നരഹത്യ, ബലാത്സംഗ ശ്രമം, ആയുധങ്ങൾ ഉപയോഗിച്ച് മുറിവേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിട്ടുള്ളത്. ജനുവരി 26-നാണ് പോക്സോ അതിജീവിതയെ വീട്ടിനുള്ളിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. പെൺകുട്ടിയെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ചുറ്റിക, ബെൽറ്റ്, ഷോൾ എന്നിവ തെളിവുകളായി സമർപ്പിച്ചിട്ടുണ്ട്. സംഭവ ദിവസം പ്രതി പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങളും നിർണായകമാണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. കൊടും ക്രൂരതയ്ക്കൊടുവിൽ പോയി ചത്തോ എന്ന് അനൂപ് ആക്രോശിച്ചതോടെയാണ് ചോറ്റാനിക്കരയിലെ പെൺകുട്ടി ഷോളിൽ തൂങ്ങിയത്. ഇതും പെൺകുട്ടിയെ ശ്വാസം മുട്ടിച്ചതുമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഒരു പകൽ മുഴുവൻ വൈദ്യസഹായം നിഷേധിച്ചതും ജീവൻ അപകടത്തിലാക്കിയിരുന്നു. അതേസമയം യുവാവിന്റെ ആക്രമണത്തിന് പിന്നാലെ ആത്മഹത്യക്ക് ശ്രമിച്ച പെൺകുട്ടി 2 ദിവസത്തിന് ശേഷം ആശുപത്രിയിൽ വെച്ചാണ് മരിച്ചത്. മറ്റൊരാളുമായി പെൺകുട്ടിക്ക് സൗഹൃദമുണ്ടെന്ന സംശയത്തിന്റെ പേരിലായിരുന്നു യുവാവിന്റെ മർദ്ദനം. പോക്സോ കേസ് അതിജീവിതയാണ് 19കാരിയായ പെൺകുട്ടി ലൈംഗിക അതിക്രമം നേരിട്ടതായും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. അതേസമയം വീട്ടിൽ നിന്ന് ആശുപത്രിയിൽ എത്തിക്കും മുൻപ് തന്നെ പെൺകുട്ടിക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചിരുന്നു. പെൺകുട്ടി ലൈംഗിക അതിക്രമം നേരിട്ടെന്നും പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായിരുന്നു. ഇൻസ്റ്റഗ്രാം വഴിയാണ് അനൂപ് പെൺകുട്ടിയുമായി പരിചയത്തിലായത്. തന്റെ ക്രിമിനൽ പശ്ചാത്തലം മറച്ചു പിടിച്ചാണ് അനൂപ് പെൺകുട്ടിയുമായി അടുത്തത്. പരിചയം മുതലെടുത്ത് പെൺകുട്ടിയിൽ നിന്ന് പണം തട്ടുകയും ലൈംഗികമായി ഉപയോഗിക്കുകയുമായിരുന്നു പ്രതി അനൂപിന്റെ ലക്ഷ്യമെന്നാണ് പോലീസ് പറയുന്നത്. ആൺസുഹൃത്ത് അനൂപിനെതിരെ കുറ്റകരമായ നരഹത്യ, ബലാത്സംഗ ശ്രമം, ആയുധം ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുക തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ചോറ്റാനിക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. 100ഓളം സാക്ഷികളുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിയുടെ CCTV ദൃശ്യങ്ങളും ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങളും ലഭിച്ചിട്ടുണ്ട്. അതേസമയം അനൂപിനെതിരെ കൊലക്കുറ്റം ചുമത്തില്ലെന്ന് പോലീസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തലിനെ അടിസ്ഥാനമാക്കിയായിരുന്നു കൊലക്കുറ്റം ഒഴിവാക്കിയത്. കഴുത്തിലിട്ട കുരുക്കാണ് മസ്തിഷ്ക മരണത്തിന് കാരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. ജനുവരി 26-നാണ് പോക്സോ അതിജീവിതയെ വീട്ടിനുള്ളിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. പെൺകുട്ടിയുടെ വീട്ടിലെത്തി പ്രതി ആക്രമണം നടത്തുകയായിരുന്നു. സുഹൃത്തായ ഇയാൾ നേരത്തെയും പെൺകുട്ടിയുടെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. ഇയാൾ പെൺകുട്ടിയുടെ തല ഭിത്തിയിൽ ഇടിക്കുകയും ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു. ക്രൂരമായ ആക്രമണത്തെ തുടർന്ന് പെൺകുട്ടി ഷോളിൽ തൂങ്ങി ജീവനൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഇയാൾ ഷോൾ മുറിച്ച് പെൺകുട്ടിയെ താഴെയിടുകയായിരുന്നു. വൈദ്യസഹായം നിഷേധിച്ചത് മരണത്തിലേക്ക് നയിച്ചതായാണ് പോലീസ് പറയുന്നത്. കഴിഞ്ഞ ദിവസം പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് ഇയാൾക്കെതിരെ നരഹത്യ അടക്കമുള്ള വകുപ്പുകൾ ചേർത്തത്. പെൺകുട്ടിയെ വീടിനുള്ളിൽ അബോധാവസ്ഥയിൽ ഉറുമ്പരിച്ച നിലയിൽ ബന്ധുക്കൾ കണ്ടെത്തിയത് ജനുവരി 26-ന് വൈകിട്ടാണ്. അർദ്ധനഗ്നയായിരുന്ന പെൺകുട്ടിയുടെ തലയിലും മുഖത്തും ഗുരുതരമായി ക്ഷതമേറ്റിരുന്നു. 4 വർഷങ്ങൾക്ക് മുൻപ് പോക്സോ കേസ് അതിജീവിതയായ ചോറ്റാനിക്കരയിലെ യുവതിക്ക് സ്വന്തം ജീവൻ നഷ്ടമാക്കിയത് ഇൻസ്റ്റഗ്രാമിലൂടെയുള്ള സൗഹൃദമായിരുന്നു. കേസ് അന്വേഷിച്ച പോലീസ് പ്രതി അനൂപിനെയും കൊണ്ട് സംഭവം നടന്ന സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ജനുവരി 25, 26 തീയതികളിലാണ് ദാരുണമായ സംഭവം അരങ്ങേറുന്നത്. ഇക്കഴിഞ്ഞ വർഷമായിരുന്നു അനൂപ് 19കാരിയെ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ടത്. ഇയാൾ അടിക്കടി യുവതിയുടെ വീട് സന്ദർശിക്കുകയും പരിചയം വളരുകയുമായിരുന്നു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ബന്ധത്തിൽ വിള്ളൽ വീഴുകയുണ്ടായി. യുവതി മറ്റുള്ളവരുമായി സംസാരിക്കുന്നുവെന്നും തന്നെ യുവതി ചതിക്കുകയാണോ എന്നും ഇയാൾ സംശയിച്ചിരുന്നു. പലതവണ യുവതിയെ ഫോണിൽ വിളിക്കാൻ അനൂപ് ശ്രമിച്ചിരുന്നെങ്കിലും യുവതി ഫോൺ കോളുകൾ എടുത്തിരുന്നില്ല. യുവതിയെ വിളിക്കുന്ന നേരം ഫോൺ എൻഗേജ്ഡ് ആവുന്നതും ഇയാളെ അലോസരപ്പെടുത്തിയ കാര്യമായിരുന്നു. ഇതോടെ ഇയാൾ യുവതിയുടെ വീട്ടിൽ വരികയും മരണം വരെ നീളുന്ന ക്രൂരതകൾ അരങ്ങേറുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. 2021-ൽ പോക്സോ കേസ് അതിജീവിച്ച യുവതിയെ ഒരു ജവാൻ ദത്തെടുക്കുകയായിരുന്നു. ഇദ്ദേഹം 4 വർഷങ്ങൾക്ക് മുൻപ് മരിച്ചു. അനൂപിനെ ഭയന്ന് യുവതിയെ ഇവരുടെ അമ്മ മറ്റൊരു വീട്ടിലേക്ക് മാറ്റി പാർപ്പിക്കുകയും ചെയ്യുകയായിരുന്നു.